പായം ഗ്രാമപഞ്ചായത്ത് നബാർഡ് ജീവൻ ജ്യോതി കൽപ്പറ്റ സംയുക്ത പദ്ധതിയായി ഉർവരം 2026 വനിതാ സംരംഭകത്വ തൊഴിലധിഷ്ഠിത വിദഗ്ധ പരിശീലനം ജൂൺ 9 മുതൽ പഞ്ചായത്തിലെ 3 കേന്ദ്രങ്ങളിൽ ആരംഭിക്കുകയാണ്. 2023 നബാർഡ്, പായം ഗ്രാമപഞ്ചായത്ത്, ജീവൻ ജ്യോതി എന്നീ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കേരളത്തിന് തന്നെ മാതൃകയായ നദീതട മുളവൽക്കരണ പ്രദർശന പഠന പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ 10 കിലോമീറ്റർ പുഴയോരം 26 ഇനത്തിലുള്ള 5000-ൽ-അധികം മുളത്തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ കിളിയന്തറ ആസ്ഥാനമായി മുളകൊണ്ട് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് തൊഴിൽ ചെയ്തുവരുന്ന കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിനും അവർക്ക് അസംസ്കൃത സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനുമാണ് പ്രധാനമായും ഈ പദ്ധതി കൊണ്ട് വിഭാവനം ചെയ്യുന്നതെന്നും പഞ്ചായത്ത് ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പായം ഗ്രാമപഞ്ചായത്തിൽ ഉർവരം 2026 എന്ന പേരിൽ ഒരു വനിതാ സംരംഭകത്വ തൊഴിലധിഷ്ഠിത വിദഗ്ധ പരിശീലനം 9-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. ആകെ 90 പേർക്കാണ് പ്രവേശനം. 3 ബാച്ചുകളിലായിട്ടാണ് പരിശീലനം. ഒന്ന് കിളിയന്തറ, മാടത്തിൽ, കോളിക്കടവ് എന്നീ കേന്ദ്രങ്ങളിലാണ് 30 വീതം വനിതകൾക്കുള്ള പരിശീലനം. മ്യൂറൽ ബാംബു പെയിന്റിങ്, ബാംബു മ്യൂറൽ ഡെക്കാ പേജ്, പരമ്പരാഗത മുള ഉൽപ്പന്ന നിർമ്മാണം, ഈ 3 വ്യത്യസ്ത വിഭാഗങ്ങളിലായിട്ട് പരിശീലനം. ആ പരിശീലനത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നം എന്തൊക്കെയായിരിക്കും എന്നതിന്റെ മോഡൽ ഉപയോഗിക്കും. മ്യൂറൽ പെയിന്റിംഗ് എന്ന് പറയുന്നത് ഈ വലിയ മുളയിൽ കാണുന്നതാണ്. അത് മുളയിൽ മാത്രമല്ല, ഏതിലും അത് ചെയ്യാം. പാത്രങ്ങളിൽ, അതുപോലെ തന്നെ വെഡിങ് സാരികളിൽ ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ബാംബു മ്യൂറൽ ഡെക്കാ പേജ് എന്ന് പറയുന്നത് ആ അവസാനം വെച്ചിട്ടുള്ള അതാണ്. അത് ഏത് ഫോട്ടോവും അതിനകത്ത് ചെയ്യാം. അതാണ്. അതോടൊപ്പം തന്നെ പരമ്പരാഗത മുള ഉൽപ്പന്നം നമ്മുടെ കിളിയന്ത്രയിലെ ബാംബു കൊണ്ട് തന്നെ ഉപജീവനമാർഗം കഴിക്കുന്ന 100ഓളം കുടുംബങ്ങൾ അറിയുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് പഞ്ചായത്ത് മുമ്പേ അസംസ്കൃത വസ്തു കിട്ടാത്തത് കൊണ്ട് തന്നെ അവർക്ക് വലിയ നിലയിലുള്ള പ്രയാസം ഉണ്ടായിരുന്നു. അപ്പൊ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രത്യേക പദ്ധതി നബാർഡിന്റെ സഹായത്തോടുകൂടി കൽപ്പറ്റയിലെ ജീവൻ ജ്യോതി എന്ന NGOയുടെ സഹായത്തോടെ 2020 പായം ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു. അന്ന് 5000-ത്തിലധികം വരുന്ന മുളത്തൈകൾ, അത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇനത്തിലാണ്. 26-ലധികം ഇനത്തിലുള്ള മുളത്തൈകളാണ് 10 കിലോമീറ്റർ ദൂരത്തിൽ വെച്ച് പിടിപ്പിച്ചു. ഈ നദീതടത്തിൽ മാത്രമല്ല, കിളിയന്ത്രയിൽ പ്രത്യേകമായി ഏകദേശം ഒരു 5 ഏക്കർ സ്ഥലത്ത് പ്രത്യേകമായി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ഏകദേശം ഭാഗമായിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ ഈ ആളുകൾക്ക് തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അസംസ്കൃത വസ്തു ഇതിൽ തന്നെ ലഭിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് കുടുംബശ്രീ ഉൾപ്പെടെ പങ്കാളിത്തമുള്ള ആളുകൾക്കായി 90 പേർക്ക് നേരിട്ട് ഇപ്പോൾ പരിശീലനം നൽകും. ഭാവിയിൽ 5 വർഷം കൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ 400-ൽ-അധികം വരുന്ന തൊഴിൽ രഹിതരായിട്ടുള്ള വനിതകൾക്ക് സ്വയം നിയന്ത്രിത വ്യക്തിഗത ഗ്രൂപ്പ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യും. ഇത് കൊണ്ടുള്ള ഒരു പ്രത്യേകത, ഇത് വർക്ക് അറ്റ് ഹോം എന്നുള്ള നിലയിൽ അവർക്ക് ചെയ്യാൻ പറ്റും. പുറത്തു പോയി തൊഴിൽ ചെയ്യാൻ പ്രയാസമുള്ള സഹോദരിമാർക്ക് അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഈ പരിശീലനത്തിന് അവർക്ക് യാതൊരു സാമ്പത്തിക ബാധ്യതയില്ല. മുഴുവൻ ആളുകൾക്കും സ്റ്റൈപ്പൻഡ് അങ്ങോട്ട് നൽകുന്നുണ്ട്. ഭക്ഷണം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ഈ ഒരു പുതിയ ഒരു സംരംഭം ഇവിടെ ആരംഭിക്കുന്നത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള ഒരു ബാംബു ഗ്രാമം, ബാംബു ഇൻഡസ്ട്രിയൽ വില്ലേജ് എന്നാണ് നമ്മൾ പിന്നെ ഒരു പ്രതീക്ഷ ആ നിലയിലേക്ക് വളർത്തിയെടുക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള സഹായം, ഭാവിയിൽ ഇത് ഗ്രൂപ്പ് സംരംഭങ്ങൾ ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായമെല്ലാം പായം പഞ്ചായത്തിലെ കുടുംബശ്രീ ഉൾപ്പെടെ നൽകും. വരുന്ന പദ്ധതിയിലും ഇതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഞ്ചായത്ത്. ഇതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. പുതിയ ഒരു തൊഴിൽ മേഖല സൃഷ്ടിക്കുകയാണ് പായം ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നത്. മുമ്പ് പഞ്ചായത്ത് കൈത്തറിയുമായി ബന്ധപ്പെട്ട് ഒരു 200-ലധികം വനിതകൾക്ക് തൊഴിൽ കിട്ടുന്ന സംരംഭം തുടങ്ങിയിരുന്നു. 1 ലക്ഷം രൂപ വരുന്ന യന്ത്ര സാമഗ്രികളടക്കം വിതരണം ചെയ്തുകൊണ്ടാണ്. അതിൽ 127ഓളം ആളുകൾ ഇപ്പോൾ തൊഴിൽ ചെയ്യുന്നവരായിട്ടുണ്ട്. ബാക്കിയുള്ളവർ വിവിധ കാരണങ്ങൾ തൊഴിൽ പോയിട്ടുണ്ടെങ്കിലും അത് നിലനിൽക്കുകയാണ്. അതുപോലെയുള്ള ഒരു തൊഴിൽ പരിശീലനമാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഇതിന്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം 8-ാം തീയതി രാവിലെ
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ പരിപാടിക്ക് നല്ല നിലയിലുള്ള ഒരു പ്രചരണവും സഹായവും മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് സംബന്ധിച്ച് പറയാനുള്ളത്. പഞ്ചായത്തിലെ 18നും 50 വയസ്സിനും ഇടയിലുള്ള 100 വനിതകൾക്ക് 20 ദിവസം നീണ്ടു നിൽക്കുന്ന തൊഴിൽ പരിശീലനം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. മ്യൂറൽ പെയിന്റിംഗ്, ബാംബു മ്യൂറൽ ഡെക്കാപേജ്, പരമ്പരാഗത മുള ഉൽപ്പന്ന നിർമ്മാണം എന്നീ 3 വ്യത്യസ്ത ട്രേഡുകളിലാണ് പരിശീലനം നൽകുക. സ്റ്റൈപ്പൻഡോടുകൂടി പരിശീലനാർത്ഥികൾക്ക് യാതൊരു വിധത്തിലുമുള്ള സാമ്പത്തിക ബാധ്യതയും ഇല്ലാതെയാണ് പരിശീലനം. അടുത്ത 5 വർഷം കൊണ്ട് പായം ഗ്രാമപഞ്ചായത്തിലെ 400 തൊഴിൽ രഹിതരായ വനിതകൾക്ക് സ്വയം നിയന്ത്രിത വ്യക്തിഗത ഗ്രൂപ്പ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള വിദഗ്ധ പരിശീലനങ്ങൾ നൽകി ഒരു ബാംബു ഇൻഡസ്ട്രിയൽ വില്ലേജാക്കി മാറ്റുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ് ഗ്രാമപഞ്ചായത്ത്. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ, വൈസ് പ്രസിഡന്റ് ജെസി PN, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പവിത്രൻ പായം, സ്മിത റജിത്ത്, രാധാകൃഷ്ണൻ മാസ്റ്റർ, പഞ്ചായത്ത് സെക്രട്ടറി നിതിൻ സുധാകരൻ, ജീവൻ ജ്യോതി മാനേജിംഗ് ഡയറക്ടർ പത്രോസ്, അസിസ്റ്റന്റ് സെക്രട്ടറി ജെയ്സ് ടി തോമസ് എന്നിവർ പങ്കെടുത്തു.